അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ റമളാനിൻ്റെ ആദ്യത്തെ രണ്ടും പൂർത്തീകരിച്ച് അവസാന പത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് പല ആളുകൾക്കുള്ള ഒരു സങ്കടമാണ്. ഞാൻ ഈ നോമ്പ് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വക്തും നമസ്കരിക്കണം, സുന്നത്ത് നമസ്കരിക്കണം, കുറേ ദാനധർമ്മങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ കുറേ സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ചില കാര്യങ്ങൾ ചിലപ്പോൾ സുന്നത്ത് നിസ്കരിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചിലപ്പോൾ ഫർള് നമസ്കാരം വൈകിപ്പോയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദാനധർമ്മങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ സങ്കടങ്ങളുണ്ടാവും. അതേപോലെ തന്നെ അതിനേക്കാൾ വലിയൊരു സങ്കടമാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും എന്നോട് ക്ഷമിക്കാത്ത പല തെറ്റുകളും എൻ്റെ ഭാഗത്തു നിന്ന് വന്നു പോയിട്ടുണ്ട്. അത് ഞാൻ പടച്ചവനോട് എപ്പോഴാണ് ഏറ്റു പറയേണ്ടത്, അല്ലെങ്കിൽ പടച്ചവനോട് പറഞ്ഞാൽ പടച്ചവൻ പുറത്തു തരുമോ, എൻ്റെ ഈ തെറ്റൊക്കെ പടച്ചവൻ പുറത്ത് നാളെ പടച്ചവൻ്റെ അടുക്കൽ സ്വർഗം തരുമോ എന്നൊക്കെ ഉള്ളത് പല ആളുകൾക്കുള്ള ഒരു ഡൗട്ടാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് ഈ റമളാൻ എന്ന് പറഞ്ഞത്. കാരണം നമ്മളോടൊപ്പം കഴിഞ്ഞ റമളാനിൽ ഉണ്ടായിട്ടുള്ള പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ റബ്ബ് നമുക്കൊരു അവസരം കൂടി തന്നിട്ടുണ്ട്, ഈ റമളാനും കൂടി നമുക്ക് നൽകിയിട്ടുണ്ട്. പുണ്യങ്ങളുടെ പൂക്കാലമായ, അല്ലെങ്കിൽ പാപമോചനങ്ങളൊക്കെ ഏറെ സ്വീകരിക്കുന്ന ഒരു മാസം കൂടിയാണ്. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പടച്ചവനോട് ഏറ്റു പറയാം. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ വരികയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു ഇശാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വന്ന സമയത്ത് ഈ സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്, വാതിലിൽ മുട്ടുന്നുണ്ട്. അപ്പോൾ അബൂ ഹുറൈറ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ മറുപടി പറയാണ്, ഞാൻ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. ഞാനൊരു അവിഹിത വീഴ്ചയിൽ ഏർപ്പെട്ടിട്ട് എനിക്കൊരു ഗർഭമുണ്ടായി. ഞാൻ അതിലൂടെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ എന്ത് ചെയ്തു, ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. എനിക്ക് പടച്ചോൻ പുറത്ത് തരുമോ എന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അബൂ ഹുറൈറ തിരിച്ച് മറുപടി പറയാണ്, ഒരു രക്ഷയുമില്ല, അല്ലെങ്കിൽ ഒരു മാർഗ്ഗവും ഇല്ല എന്ന്. ഇത് കേട്ടപ്പോൾ ആ സ്ത്രീ ആകെ സങ്കടമായി, ആകെ നിരാശയിലായിട്ട് അവർ പറയാണ്, എന്തൊരു കഷ്ടമാണ്, നരകത്തിലെ ചാരമാകാൻ വേണ്ടിയാണോ എനിക്ക് ഇത്രയും സൗന്ദര്യം നൽകിയതെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതവിടെ കഴിഞ്ഞ് അബൂ ഹുറൈറ പിറ്റേ ദിവസം പള്ളിയിലേക്ക് പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഈ സ്ത്രീ വന്ന കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നബി തിരിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് പറയാണ്, അബൂ ഹുറൈറേ, നീ എന്തോ അബദ്ധമാണല്ലോ പറഞ്ഞത് എന്ന് ചോദിക്കണം. എന്നിട്ട് അബൂ ഹുറൈറയ്ക്ക് രണ്ട് ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയാണ്. ആദ്യം ഓതി കൊടുത്തത് സൂറത്തുൽ ഫുർഖാനിലെ 68-ാമത്തെ വചനമാണ്. അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ആരെങ്കിലും അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യാതിരിക്കുകയും അതേപോലെ അള്ളാഹു പവിത്രമാക്കിയ ജീവനെ ഹനിക്കാതിരിക്കുകയും വ്യഭിചരിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്തവർക്ക് എന്തുണ്ടെന്നാണ് പറഞ്ഞത്, അതിൻ്റെ പ്രതിഫലം, അതായത് അതിൻ്റെ ശിക്ഷ എന്തായാലും കിട്ടുമെന്ന് പറയാണ്. പിന്നീട് ഓതി കേൾപ്പിക്കുന്ന വചനം ഏതാ വെച്ചാൽ ആ സൂറത്തിലെ തന്നെ 70-ാമത്തെ വചനമാണ്. സൂറത്തുൽ ഫുർഖാനിലെ 70-ാമത്തെ വചനം. അതിൻ്റെ സാരാംശം എന്ന് പറഞ്ഞത്, ഏതൊരാൾ പശ്ചാത്തപിക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്തുവോ അവർക്ക് എന്ത് ചെയ്യും, അവരുടെ തിന്മകളെ അള്ളാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും അതേപോലെ തന്നെ കാരുണ്യവാനുമാണെന്നാണ്. ഇത് കേട്ടപ്പോൾ അബൂ ഹുറൈറയ്ക്കാകെ ടെൻഷനായി. കാരണം ആ സ്ത്രീയോട് ഒരു പരിഹാരവും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞയച്ചത്. അങ്ങനെ അബൂ ഹുറൈറ ആ നാട് മുഴുവൻ ആ സ്ത്രീയെ അന്വേഷിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇശായിൻ്റെ സമയമായപ്പോൾ ആ സ്ത്രീയെ കണ്ടെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത ഈ മാർഗ്ഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ജീവിതത്തിലൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് പടച്ചവനോട് ഖേദിച്ച് മടങ്ങാൻ ഒരു അവസരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി പറയാണ്, അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, ഏറെ പൊറുക്കുന്നവനും കാരുണ്യമുള്ളവനാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവർ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, അള്ളാഹു എനിക്ക് പശ്ചാത്താപത്തിൻ്റെ കവാടം തുറന്നു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് സുജൂദ് ചെയ്യാണ്. എന്നിട്ട് ഒരു ദാസിയെയും ആ ദാസിൻ്റെ കുഞ്ഞിനെയും മോചിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഭാഗത്ത് നിന്ന് ഏറ്റവും വലിയ തെറ്റുകൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, പടച്ചോൻ പൊറുക്കും. കാരണം പടച്ചോൻ ഖുറാനി പറയുന്നുണ്ടല്ലോ, നമുക്ക് എന്ന വാഗ്ദാനമാണ്, ഞാൻ ഏറെ പൊറുക്കുന്നവനും കാരുണ്യമുള്ളവനുമാണെന്ന് പടച്ചോൻ നമുക്ക് എന്ന വാഗ്ദാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പടച്ചോൻ എന്ത് ചെയ്യും, നമ്മളെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റുകളൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് ചെയ്യും, പുറത്തു കൊടുക്കും. അപ്പം നമ്മൾ തൗബ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തെറ്റ് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ജീവിതത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, എൻ്റെ ഭാഗത്ത് വലിയ തെറ്റൊന്നുമില്ലല്ലോ, ഞാൻ വലിയ തെറ്റുകളൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ജക്കാത്ത് കൊടുക്കുന്നുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, എൻ്റെ ഭാഗത്തുനിന്ന് വലിയ തെറ്റുകളില്ലല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷെ നമ്മൾ ആഴത്തിലേക്ക് ചെന്നാലാണ് എന്തുണ്ടാവുള്ളൂ, നമ്മളെ തെറ്റുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനൊരു ഉദാഹരണമാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും കൂടെ ഒരു യാത്ര
പോവാണ്. അങ്ങനെ അവരൊരു മൈതാനത്തിലെത്താണ്. ആ മൈതാനത്തെത്തിയ സമയത്ത് നബി സ്വഹാബിമാരോട് ചോദിക്കുകയാണ്, ഈ മൈതാനത്ത് എന്തെങ്കിലും വേസ്റ്റുകൾ നിങ്ങൾക്ക് കാണാനുണ്ടോ എന്ന്. ആ മൈതാനം നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മൈതാനമാണ്. അപ്പോൾ സ്വഹാബിമാരെ മറുപടി പറയുകയാണ്, ഇല്ല ഒന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ടുള്ള മൈതാനാണെന്ന്. അപ്പോൾ നബി അവർക്ക് വീണ്ടും ഒരു ടാസ്ക് കൊടുക്കാൻ, നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും വളരെ സൂക്ഷ്മമായിക്കൊണ്ട് എന്ത് ചെയ്യണം, ഈ മൈതാനത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ നിരീക്ഷിക്കണം എന്ന് പറയണം. അങ്ങനെ സ്വഹാബിമാരൊക്കെ കൂടിയിട്ട് അവിടെ ഫുള്ള് ഇങ്ങനെ തിരയുന്ന സമയത്ത് ചെറിയ ചെറിയ കമ്പുകളും ചെറിയ ചെറിയ വേസ്റ്റുകളൊക്കെ അങ്ങനെ കാണണം. അപ്പോൾ അവരതൊക്കെ പെറുക്ക് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പോൾ അവസാനത്തെ സ്വഹാബിയും അയാൾക്ക് കിട്ടിയിട്ടുള്ള വേസ്റ്റും അതേപോലെ ചെറിയ ചെറിയ വിറക് കഷ്ണങ്ങളൊക്കെ കൊടുന്ന് വെച്ചപ്പോൾ അത് വലിയൊരു കൂമ്പാരായി മാറിയിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ മൈതാനം എന്താണ്, വളരെ ക്ലീനാണ്. പക്ഷേ ഓരോരുത്തരും അത് ഡീപ്പായി നോക്കിയ സമയത്ത് എന്തായി, അവിടെ നല്ല വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ പുറത്ത് നോക്കുമ്പോൾ നമ്മൾ നമസ്കരിക്കുന്ന ആളാണ്, ഖുർആൻ ഓതുന്ന ആളാണ്, അതേപോലെ തന്നെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആഴത്തിൽ നോക്കുന്ന സമയത്താവും നമ്മളെ ഭാഗത്തു നിന്ന് വന്ന ഓരോ ന്യൂനതകൾ, ചിലപ്പോൾ നമ്മൾ സാമ്പത്തിക ഇടപാട് നടക്കുമ്പോൾ അവിടെ വന്നിട്ടുള്ള ന്യൂനതകൾ, നമ്മുടെ അയൽപ്പക്കക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളെ വായിൽ നിന്ന് വന്ന ഓരോ വാക്കുകൾ, നമ്മുടെ കുടുംബ ബന്ധത്തിൻ്റെ കാര്യത്തിൽ അവിടെ വന്നിട്ടുള്ള തെറ്റുകൾ, ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മളൊരു കാര്യം ഡീപ്പായി നോക്കുമ്പോഴാണ് നമ്മുടെ ഭാഗത്തുള്ള തെറ്റ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ തൗബ ചെയ്യുമ്പോൾ ആദ്യത്തെ കടമ്പ എന്ന് പറഞ്ഞത് നമ്മുടെ തെറ്റ് എന്ത് ചെയ്യുക, നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ തൗബ എന്ന് പറഞ്ഞത് വെറുതെ ഒരു അസ്താഫിറുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തൗബയാവില്ല. തൗബ കൃത്യമായ അല്ലെങ്കിൽ യഥാർത്ഥമായ തൗബയാവണമെങ്കിൽ സൂറത്ത് തഹ്രീമിലെ 8-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായ തൗബയാവണമെങ്കിൽ 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം, ആ തൗബയിൽ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം, ആ പാപം എന്ത് ചെയ്യണം, നമ്മൾ ജീവിതത്തിൽ പൂർണ്ണമായി ഒഴിവാക്കണം. ഇപ്പം എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റ് വന്ന്, ആ തെറ്റ് എന്ത് ചെയ്യരുത്, ഇനി ഞാൻ ഒരിക്കലും ആവർത്തിക്കരുത്, അതെന്ത് ചെയ്യണം, അതിൽ ഞാൻ പൂർണ്ണമായി മാറണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ഒരു പലിശയുമായി ബന്ധപ്പെട്ട ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു, ആ പലിശ ഞാൻ എന്ത് ചെയ്യണം, ആദ്യം ഒഴിവാക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കതിലൊരു ഖേദം വേണം. അതായത് പഠിച്ചോനെ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാനൊരു പരീക്ഷയിൽ ഏർപ്പെട്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്നല്ലോ എന്നുള്ള ആ ഒരു ഖേദം നമുക്ക് വേണം. ശരിക്കും അന്നതുമ്പോൾ തൗബ എന്നാണ്, ഖേദമാണ് തൗബ എന്നാണ് പറയുന്നത്. പിന്നെ 3-ാമത്തെ കാര്യം, ഇനി ആ തെറ്റ് ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മളെ ജീവിതത്തിൽ വന്നു പോകരുത്. ഈ 3 കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പടച്ചവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതായത് നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാവുക, അതിലൊരു ഖേദം വേണം. പിന്നെ ആ ഒരു തെറ്റിലേക്ക് ഒരിക്കലും പോവില്ല എന്നുള്ള ഒരു ദൃഢനിഷ്ഠയും നമ്മൾ എടുക്കണം. പിന്നെ 4-ാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ ഈ ഒരു തെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ബന്ധങ്ങളിലാണ്. ഇപ്പോൾ നമ്മൾ കുടുംബപരമായിട്ടുള്ള തെറ്റുകൾ സംഭവിക്കുന്ന സമയത്ത് വേറൊരു വ്യക്തിയോടായിരിക്കും, അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളോടാകുമ്പോൾ അങ്ങനത്തെ തെറ്റുകളൊക്കെ ആകുമ്പോൾ, മറ്റുള്ള വ്യക്തികളോടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് ഒരു പൊരുത്തപ്പെടിക്കണം, അവരോട് നല്ല ബന്ധം പുലർത്തണം. അവരോട് പറയാം, എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തെറ്റൊക്കെ വന്നു പോയിട്ടോ, മനുഷ്യന്മാരായതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നല്ല ഒരു ബന്ധം പിന്നീട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ തൗബ യഥാർത്ഥ തൗബയാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതോ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആകുമ്പോൾ നമ്മൾ ഓരോ വാക്കുകൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവും, അതേപോലെ അവരെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം പടച്ചവനോട് പറയുക, അതേപോലെ തന്നെ ആ ഓപ്പോസിറ്റുള്ള വ്യക്തിയോട് പോയിട്ട് നമ്മൾ ക്ഷമ ചോദിക്കുക. ഇങ്ങനെയൊക്കെ തെറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടോ, റമദാനൊക്കെ അല്ലേ, ഇനി അടുത്തൊരു റമദാന് ഞാൻ ഉണ്ടാവുമോ എന്ന് അറിയില്ല, അപ്പോൾ നിങ്ങൾ പുറത്ത് തരണട്ടോ എന്ന് എന്ത് ചെയ്യുക, നമ്മൾ അവരോട് പറയുക. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് യഥാർത്ഥ തൗബയാവുകയുള്ളൂ. പിന്നെ നമ്മൾ തൗബൻ്റെ കേസ് പറഞ്ഞ സമയത്താണ് നമ്മൾ വിചാരിക്കും കുറേ പ്രാവശ്യം തെറ്റ് ചെയ്യുന്നുണ്ട്, പടച്ചോന് ഇഷ്ടപ്പെടും ഇങ്ങനെ ഇടയ്ക്ക് തൗബ ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പടച്ചോനെ എന്ത് ചെയ്യുന്നുണ്ട്, തൗബ ചെയ്യുന്ന ആളുകളെ വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്, അത്രയേറെ ഇഷ്ടമാണ്. സൂറത്തുൽ ബക്കറയിൽ 222-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ടല്ലോ, പടച്ചോനെ എന്ത് ചെയ്യുന്നുണ്ട്, തൗവാബിയങ്ങളെ തൗബ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇഷ്ടത്തെക്കുറിച്ചിട്ട് ചരിത്രത്തിലൊരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ ഹദീസിൽ പറയപ്പെടുന്നത്, ഇപ്പോൾ നമ്മളൊരു മരുഭൂമിയിലേക്ക് പോവാണ്. മരുഭൂമിയിൽ പോണ സമയത്ത് നമ്മൾ ഒട്ടകത്തിൻ്റെ പുറത്ത് നമുക്ക് വേണ്ട, അതായത് യാത്രക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും വെള്ളവും എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കി വെച്ച് നമ്മൾ യാത്ര ഇങ്ങനെ പുറപ്പെടുകയാണ്. നമ്മൾ ഒരു മരുഭൂമിയിലെത്തിയ സമയത്ത് നമ്മൾ വിശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഒട്ടകം എന്ത് ചെയ്യാണ്, നമ്മളിന്ന് കാണാതാവുകയാണ്. ആ ഒട്ടകത്തിനെ കാണാനില്ല. അപ്പം നമുക്കിനി വെള്ളമില്ല, ഭക്ഷണമില്ല, മറ്റ് സൗകര്യങ്ങളില്ല. അപ്പം നമ്മളാകെ സങ്കടപ്പെട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിന്ന് ആ സങ്കടത്തോടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മരത്തിൻ്റെ തണലിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. കാരണം നമ്മുടെ മുന്നിൽ ഇനി മരണം മാത്രമേ ഉള്ളൂ. കാരണം
നമുക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഉറങ്ങി പെട്ടെന്ന് നമ്മൾ എണീക്കുന്ന സമയത്ത് ആ ഒട്ടകം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കണം, ആ ഭക്ഷണം കൊണ്ടോ വെള്ളം കൊണ്ടൊക്കെ. അപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, കാരണം നമ്മൾ മരണത്തെ മുഖാമുഖം കണ്ട് ഇനി ഒരു വഴിയില്ലാന്ന് വിചാരിക്കുന്ന സമയത്ത് ആ ഒട്ടകം തിരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷത്തെയാണ് അള്ളാഹു തൗവാബീങ്ങളുടെ കാര്യത്തിൽ, അതായത് തൗബ ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നത് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പടച്ചോനോട് ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, തീർച്ചയായും പടച്ചോൻ അത് പുറത്തു തരുന്നുള്ളതിന് വലിയൊരു തെളിവാണത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ ഉമ്മമാരാണ് അല്ലേ, നമ്മളെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. ഇപ്പോൾ അവർ ചെറിയ ചെറിയ കള്ളം പറയുക നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് വേഗം മനസ്സിലാവും. പക്ഷെ അവരത് തിരുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞത് ശരിയായില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഉമ്മാനോട് കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മക്ക് വിഷമാവൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് അത് വന്ന് തിരുത്തി പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം എന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഭയങ്കര പ്രൗഡാവുമല്ലോ, എൻ്റെ മോന് അവൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് വന്ന് പക്ഷെ അവനത് മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ക്ഷമ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു നല്ല കാര്യം ചെയ്തതിനേക്കാളും സന്തോഷമാണ്. അതേപോലെ തന്നെയാണ് പടച്ചോന് നമുക്ക് നന്മയും തിന്മയും ഒക്കെ പഠിപ്പിച്ചത്. പക്ഷെ നമ്മളൊരു തിന്മ ചെയ്ത്, പക്ഷെ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ഞാനിങ്ങനെ ഒരു തിന്മ ചെയ്ത് ഞാൻ എൻ്റെ റബ്ബിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് പടച്ചോനോട് ഖേദിച്ച് അങ്ങോട്ട് മടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പടച്ചോനത് സ്വീകരിക്കും, പടച്ചോനേറെ സന്തോഷിക്കും എന്നുള്ളത് നേരത്തെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരൊറ്റ കാര്യമുള്ളത്, കാരണം ഈ തിന്മകൾ എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു കടലോളം തിന്മകൾ ചെയ്തു, കടലോളം തിന്മകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കടലുണ്ടാക്കുന്ന ഒരു നുരയോളം തിന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും പടച്ചോനോട് ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെയും, പടച്ചോനോന് ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്ന പറഞ്ഞത്. ഈ ലോകത്തുള്ള മുഴുവൻ ജലാശയം, ഈ കടലിലെ വെള്ളങ്ങളൊക്കെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും പടച്ചോനാണ്. പക്ഷേ പടച്ചോനെ ഏറെ ഇഷ്ടപ്പെടുന്ന ആ ഒരു തുള്ളി വെള്ളം ഏതാണെന്നറിയോ, നമ്മൾ തെറ്റ് ചെയ്ത് അത് ഖേദിച്ച് പടച്ചോനിലേക്ക് മടങ്ങുന്ന സമയത്ത് നമ്മളെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ കണ്ണുനീർ തുള്ളി ഉണ്ടല്ലോ, അത് പടച്ചോനി ലോകത്തുള്ള മുഴുവൻ ജലാശയങ്ങളെ വെള്ളത്തിനേക്കാളും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ റബ്ബ് സുബ്ഹാനഹു ഏറ്റു പറയുക. അതിനുള്ളൊരു അവസരം കൂടിയാണ് ഈ റമളാൻ എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ മരണം എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം, അത് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ നമ്മളെ പിടികൂടുന്ന് നമുക്ക് ആർക്കും തന്നെ പറയാൻ കഴിയില്ല. അത് എത്തുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുലേക്ക് മടങ്ങണം. കാരണം നമ്മുടെ മരണം എന്ന് പറഞ്ഞത് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതൊരിക്കലും പടച്ചോൻ എന്ത് ചെയ്യില്ല, വൈകിപ്പിക്കൂല, അത് അതിൻ്റെ സമയത്ത് തന്നെ നടക്കും. അപ്പം നമ്മൾ തൗബ ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നീണ്ടു പോയി അവസാനം പടച്ചോനിലെ അടുക്കൽ പോകുമ്പോൾ ഒന്നുമില്ലാത്തവരായി അല്ലെങ്കിൽ പാപികളായി നമ്മൾ പോകേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മൾ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു മെറിറ്റ് കിട്ടുന്നുണ്ട്, ഒരു ബോണസ് കിട്ടുന്നുണ്ട്. ഈ പശ്ചാത്തപിച്ച് മടങ്ങിയവർക്ക് പടച്ചോൻ എന്ത് ചെയ്യും, ഉന്നത സ്ഥാനങ്ങൾ കൊടുക്കുന്ന, ഹിദായത്ത് കൊടുക്കുന്ന, അതിനുള്ള വലിയ ഉദാഹരണമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണങ്ങൾ നമുക്കറിയാമല്ലേ. ഇവിടെ ആദം നബിയും അതേപോലെ തന്നെ ഇബ്ലീസും കുറ്റം ചെയ്തവരാണ്, രണ്ടുപേരും കുറ്റം ചെയ്തു. പക്ഷെ ഇവരാ തമ്മിലുള്ള വ്യത്യാസം എന്താ, ആദം നബി എന്ത് ചെയ്തിട്ടുണ്ട്, തൗബ ചെയ്തിട്ടുണ്ട് അല്ലേ. തൗബ ചെയ്തതുകൊണ്ട് തന്നെ ആദം നബി തൻ്റെ കുറ്റങ്ങൾ മനസ്സിലാക്കി, അതിൽ ഖേദിച്ച് അതൊരിക്കലും ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയം എടുത്ത് പടച്ചോനിലേക്ക് ഖേദിച്ച് മടങ്ങി. അതുകൊണ്ട് എന്ത് ചെയ്തു, ആദം നബിക്ക് പടച്ചോൻ ഹിദായത്ത് നൽകി, വലിയ ദറജകൾ നൽകി. അതേപോലെ തന്നെ എത്രയോ സ്വഹാബികൾ ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് എത്രയോ മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന ആളുകൾ ഇസ്ലാമിലേക്ക് വന്ന സമയത്ത് തൻ്റെ കുറ്റങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് പടച്ചോനിലേക്ക് ഖേദിച്ച് മടങ്ങിയിട്ട് ഇപ്പോൾ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു വലിയ വലിയ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഹിദായത്ത് കൊടുത്തിട്ടുണ്ട്, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിൻ്റെ മുൻപുള്ള കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊക്കെ ഇങ്ങനെ ഒരു വ്യക്തിയോ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം എല്ലാ കുറ്റങ്ങളും പടച്ചവനോട് ഏറ്റു പറഞ്ഞ് തൗബ ചെയ്തതിന് ശേഷം അദ്ദേഹം സ്വർഗാവകാശിയായിട്ടുള്ള ഒരാളായി തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും പടച്ചോൻ എന്ത് ചെയ്യും, പൊറുക്കും എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂട്ട് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുക. ഈ റമളാനിൻ്റെ അവസാന 10 നമ്മൾ എന്ത് ചെയ്യുക, അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക. നമ്മളെ കണ്ണിൽ നിന്ന് ഓരോ കണ്ണുനീർ തുള്ളി വീഴുക, എൻ്റെ കുറ്റങ്ങളെ കുറിച്ച് ആലോചിച്ച് എന്ത് ചെയ്യുക, നമ്മൾ പടച്ചവനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനാണെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ തൗവാബീങ്ങളെ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെന്ത് ചെയ്യും, അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തി നമ്മുടെ കുറ്റങ്ങളൊക്കെ പടച്ചവനോട് ഏറ്റുപറയാം. നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.